പ്രൈസ് ദി ലോർഡ്. നാമത്തെ നന്ദിയോട് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം നമ്മൾ ആദ്യ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നത് ചില രാജ്യങ്ങൾ, രാജാക്കന്മാർ തമ്മിലുള്ള ഒരു യുദ്ധം. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തോൽപ്പിക്കുന്നു, ദേശനിവാസികളെ പിടിച്ചുകൊണ്ട് പോകുന്നു, സമ്പത്ത് പിടിച്ചെടുക്കുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മളവിടെ കാണുന്നത്. അങ്ങനെ ആക്രമിക്കപ്പെട്ട ദേശത്തിൻ്റെ കൂട്ടത്തിൽ ഒരു ദേശമായിരുന്നു സോതോം. സോതോം ആക്രമിക്കപ്പെട്ടപ്പോൾ അവിടെയായിരുന്നു അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്ത് താമസിച്ചിരുന്നത്. അപ്പോൾ ഒരു ദാസൻ വന്ന് അബ്രാമിനോട് പറയുന്നുണ്ട്, നിന്റെ പുത്രനായ ലോത്ത് പിടിക്കപ്പെട്ടു, ആ ദേശം ആക്രമിക്കപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അബ്രഹാം ഉടനെ തന്നെ പുറപ്പെട്ടു. അവൻ്റെ വീട്ടിൽ ജനിച്ച അഭ്യാസികളായ 318 പേരെയും കൂട്ടി അബ്രഹാം പുറപ്പെട്ടു പോയി അവരോട് യുദ്ധം ചെയ്ത് അവരെ മടക്കിക്കൊണ്ട് വരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഞാനിതിങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, അബ്രഹാം താമസിച്ച ദേശമല്ല സോതോം. പക്ഷെ അബ്രഹാം സഹോദരപുത്രൻ ആക്രമിക്കപ്പെട്ടു എന്ന് കേട്ടപ്പോൾ തന്നെ ഉടനെ പുറപ്പെട്ട് പോയി അവന് വേണ്ടി യുദ്ധം ചെയ്ത് മടക്കിക്കൊണ്ട് വരുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഞാനിങ്ങനെ വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ നമ്മളെക്കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്ന ഇതാണ്. എന്ന് വെച്ചാൽ എവിടെയും പോയി യുദ്ധം ചെയ്യണമെന്നോ അടിയുണ്ടാക്കണം എന്നൊന്നുമല്ല. നമ്മുടെ സഹോദരങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളുടെ നമ്മൾക്ക് അറിയുന്നവരുടെയൊക്കെ വിഷയങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ, അവർ കടന്നു പോകുന്ന ഭാരങ്ങൾ, രോഗങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ, കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് മുട്ടുമടക്കി നമ്മൾ അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാനാണ്. നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ അവരുടെ ആ വിഷയത്തിൽ ദൈവത്തിൻ്റെ ഹിതം എന്താണോ അത് വെളിപ്പെടണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അതിന് ചിലപ്പം ഈ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ അറിയണമെന്നില്ല. അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ ഏറ്റെടുക്കുന്നുണ്ടെന്നോ കരയുന്നുണ്ടെന്നോ ഒന്നും ആരും അറിയേണ്ട ആവശ്യമില്ല. ഇത് നമ്മളും ദൈവവുമായുള്ളൊരു കമ്മിറ്റ്മെൻ്റാണ്. അത് തന്നെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കാരണം കർത്താവ് നോക്കുന്നുണ്ട്. നമുക്ക് എഹെസ്കേൽ 22:30 നമ്മൾ വായിക്കുന്നുണ്ട്, ഈ ദേശത്തിനു വേണ്ടി മതിൽ കെട്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഒരു പുരുഷനെ അന്വേഷിക്കുന്നു എന്ന് അവിടെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ദേശങ്ങൾക്ക് വേണ്ടി കർത്താവ് നോക്കുന്നുണ്ട്, ആരെങ്കിലും ഉണ്ടോ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാനായിട്ടെന്ന്. ഹല്ലേലൂയ. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെക്കുറിച്ച്. നമ്മൾ ചിലരുടെ വിഷയങ്ങൾ കേൾക്കുമ്പോൾ അതിനെ ഏറ്റെടുത്ത് സ്വന്തം വിഷയമെന്ന മൂലം പ്രാർത്ഥിച്ച് അതിൻ്റെ മേൽ ഒരു ജയം കാണുമെന്നൊക്കെ കൊണ്ട് നമ്മൾക്ക് ഇടയാക്കണം. അതിന് ഒരു മനുഷ്യരുടെ ഒരു ക്രെഡിറ്റും നമ്മൾ ആഗ്രഹിക്കരുത്. നമ്മൾ അങ്ങനെ ഒരു വിഷയത്തിന് മേൽ കരയുന്നുണ്ടെന്ന് അവർ പോലും അറിയേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. അവർക്ക് വിടുതൽ കിട്ടിയെന്ന് കാണുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് മുട്ടുമടക്കി ദൈവത്തിന് സ്തോത്രം പറയുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക. അതുമാത്രമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. രഹസ്യത്തിൽ നമ്മളെ കാണുന്ന നമ്മുടെ പിതാവ് നമുക്ക് പ്രതിഫലം തരും. അങ്ങനെ നമുക്ക് ചെയ്യുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.